കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഐഎം നേതാക്കൾക്ക് കുരുക്കായത് എന്താണ് എന്ന ചോദ്യമുണ്ടല്ലോ, അത് മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ മൊഴിയാണ് എന്ന് കുറ്റപത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാവുകയാണ്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ബിനാമി വായ്പകൾ അനുവദിച്ചതെന്നാണ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന CK ചന്ദ്രന്റെ മൊഴി. ബിനാമി വായ്പകൾ അനുവദിക്കാൻ പാർട്ടിയുടെ പാർലമെന്ററി കമ്മിറ്റിയും സബ് കമ്മിറ്റിയും ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറിയായിരുന്ന AC മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം 2 പേർക്ക് ബിനാമി വായ്പകൾ അനുവദിക്കാൻ ഇടപെട്ടെന്നും CK ചന്ദ്രൻ ഇഡിക്ക് മൊഴി നൽകി. കരുവന്നൂരിലെ ദൈനംദിന കാര്യങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി തന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നതെന്ന് മൊഴി നൽകിയതായും കുറ്റപത്രത്തിലുണ്ട്. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് സജോ ദേവസ്യ. കുരുക്കായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ജില്ലാ കമ്മിറ്റി അംഗമായ CK ചന്ദ്രന്റെ മൊഴിയാണ്. നേതൃത്വം അറിഞ്ഞാണ് എല്ലാ ഇടപാടുകളും നടന്നത് എന്ന് ഇഡിക്ക് കോടതിയിൽ സമർത്ഥിക്കാൻ കുറ്റപത്രത്തിൽ ഈ മൊഴി ധാരാളമല്ലേ? സുജയ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പാർട്ടി തന്നെയും CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ചുമതല വഹിച്ചിരുന്ന 3 പേരും പ്രതികളായിട്ടുണ്ട് എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. MM വർഗീസ്, ഒപ്പം K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ മുൻ മന്ത്രി എന്നിങ്ങനെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ PMLA ആക്ട് തന്നെ മറ്റൊരാളുടെ കുറ്റസമ്മത മൊഴിയോ ഒക്കെ PMLA ആക്ട് പ്രകാരം മറ്റൊരു പ്രതിക്കെതിരായ പ്രധാനപ്പെട്ട തെളിവാണ്. അതിൽ തന്നെ ഈ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ബാങ്കിനെ നിയന്ത്രിക്കാൻ, ആ സഹകരണ സംഘത്തെ നിയന്ത്രിക്കാൻ ഒരു പാർലമെന്ററി കമ്മിറ്റി, ഒരു സബ് കമ്മിറ്റി, അങ്ങനെ ബിനാമി വായ്പകൾ അനുവദിക്കാൻ പാർട്ടിയുടെ ഈ പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി ഈ വായ്പകൾ അനുവദിക്കുന്നു. അങ്ങനെ അതിൽ നിന്നൊക്കെയുള്ള കമ്മീഷന് വേണ്ടി വേറൊരു അക്കൗണ്ട് തുറക്കുന്നു, ആ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ആ മൊഴിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായി, അതായത് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു തെളിവായി, രേഖയായി കോടതിയിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. അത് PMLA ആക്ടിന്റെ കൂടി സവിശേഷതയാണ് എന്നത് എടുത്തു പറയണം. ജില്ലാ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം ബിനാമി വായ്പകൾ സമാനമായ രീതിയിൽ അനുവദിച്ചിട്ടുണ്ട്. അതായത് 180 കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾ നടന്നതിന് ഈ തരത്തിലുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, പാർട്ടിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രധാനമായ ഒരു കണ്ടെത്തലായി കുറ്റപത്രത്തിൽ ഇഡി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കരുവന്നൂരിലെ ദൈനംദിന കാര്യങ്ങൾക്ക് പാർട്ടി തന്നെ ചുമതലപ്പെടുത്തിയെന്ന് CK ചന്ദ്രൻ പറയുന്നു. അതായത് ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കുരുക്കായി പാർട്ടിക്ക്. അതായത് കുറ്റപത്രം എന്നതിനപ്പുറത്തേക്ക് അതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന നേതൃത്വം പറഞ്ഞിട്ടാണ്, പാർട്ടി അറിഞ്ഞിട്ടാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ മാറുകയാണ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇപ്പോൾ ഇഡി സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം അത് പാർട്ടിക്ക്, ഒപ്പം തന്നെ പാർട്ടിയുടെ 3 ജില്ലാ സെക്രട്ടറിമാരായിരുന്ന നേതാക്കൾക്ക് വലിയ കുരുക്കായി മാറുകയാണ്. അതിലേക്ക് നയിച്ചത് CK ചന്ദ്രന്റെ മൊഴിയാണ് എന്നതാണ് സജോ ദേവസ്യ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്.